നമസ്കാരം. ഈ ഫെബ്രുവരി 16-ന് ഇന്ത്യയിൽ ഒരു ഗ്രാമീണ ബന്ദ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ 60 കോടിയിലേറെ വരുന്ന കൃഷിക്കാരുടെ 500ഓളം വരുന്ന സംഘടനകളുടെ സംയുക്ത വേദിയാണ് സംയുക്ത കിസാൻ മോർച്ച. കൂടാതെ ഇന്ത്യയിലെ 50 കോടിയിലേറെ വരുന്ന തൊഴിലാളികളുടെ സംഘടനകളുടെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ഈ ഭാരത് ബന്ദിന്റെ ഗ്രാമീണ ബന്ദിന്റെ സംഘാടകരാണ്. അതുമാത്രമല്ല, ഇന്ത്യയിലെ വിവിധ വ്യവസായങ്ങളിലെ ട്രേഡ് യൂണിയനുകളുടെ ഫെഡറേഷനുകളും കൂടെ ചേർന്നിട്ടാണ് ഈ ഗ്രാമീണ ബന്ദിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ഫെബ്രുവരി 16-ന് രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ബന്ദിന്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ കൃഷിക്കാർ, 60 കോടിയിലേറെ വരുന്ന കൃഷിക്കാർ, നമുക്ക് അന്നം തരുന്നവർ, കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവർ കടുത്ത ദുരിതത്തിലാണ്. ലക്ഷക്കണക്കിന് കൃഷിക്കാർ ഈ കാലഘട്ടത്തിൽ ആത്മഹത്യ ചെയ്തു. എന്തിന്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം 1 ലക്ഷത്തിലേറെ പേർ ആത്മഹത്യ ചെയ്തു എന്നാണ് ഔപചാരികമായ കണക്ക്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ ദുരന്തം? അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവർ ആവശ്യപ്പെടുന്നത് അവർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ്, താങ്ങുവില ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. 2020 നവംബർ 26 മുതൽ 1 വർഷത്തിലേറെ കാലം നീണ്ടുനിന്ന, രാജ്യമല്ല ലോകം തന്നെ കാണാത്തത്ര അതിവിപുലമായ ഗംഭീരമായ പ്രക്ഷോഭം ലക്ഷക്കണക്കിന് ആളുകൾ ഡൽഹിയിലും പ്രാന്തപ്രദേശത്തിലും സംഘടിച്ചു. മഞ്ഞിലും മഴയത്തും വെയിലത്തും കോവിഡ് മഹാമാരിയിലും എല്ലാം അവർ അതിനെ അതിജീവിച്ച് നേരിട്ടുകൊണ്ട് 718 പേർ രക്തസാക്ഷികളായിട്ടും പിടഞ്ഞു മരിച്ചു വീണിട്ടും പിൻവാങ്ങാതെ ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രത്തിന്റെ മുമ്പിൽ നടത്തിയ ഉജ്ജ്വല പ്രക്ഷോഭത്തിനൊടുവിൽ രാജ്യത്തിലെ പ്രധാനമന്ത്രിക്ക് 3 പ്രാവശ്യം മാപ്പ് പറഞ്ഞ് രാജ്യത്ത് അവർ പാസാക്കിയെടുത്ത 3 നിയമങ്ങളും പിൻവലിക്കേണ്ടി വന്നു. 3 കർഷക വിരുദ്ധ രാജ്യവിരുദ്ധ നിയമങ്ങളാണ് അന്ന് പ്രധാനമന്ത്രി പിൻവലിച്ചത്. പിൻവലിക്കുക മാത്രമല്ല, കർഷകർക്ക് ഒരു ഉറപ്പും കൊടുത്തു, ഞങ്ങൾ ഉടനെ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് MSP നടപ്പിലാക്കുമെന്ന്. എന്നിട്ട് നടപ്പിലാക്കിയോ? ഇല്ല. എന്താണ് ഇവർ ആവശ്യപ്പെടുന്ന താങ്ങുവില? C2+50%. എന്താണ് C2+50%? MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട്, ലോകപ്രസിദ്ധനായ നമ്മുടെ കൃഷി ശാസ്ത്രജ്ഞൻ, അടുത്ത കാലത്ത് ഭാരത് രത്ന കൊടുത്ത MS സ്വാമിനാഥൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞത്, കൃഷിക്കാരുടെ ഉൽപാദന ചെലവും അതിന്റെ 50% കൂടിയതായിരിക്കണം താങ്ങുവില. എന്താണ് ഉൽപാദന ചെലവ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് കേവലം ആ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാകുന്നതിന് അപ്പോൾ ചെലവാകുന്ന തുക മാത്രമല്ല, മറിച്ച് ആ കൃഷിക്കാരന്റെ കുടുംബാംഗങ്ങളുടെ അധ്വാനത്തിന്റെ വിലയും, അവൻ കൃഷി ഇറക്കുന്ന ഭൂമിക്ക് അവനുണ്ടാകുന്ന ആ ചെലവ്, ഭൂമിയുടെ ചെലവ്. എന്താ ഭൂമിയുടെ ചെലവ്? ആ ഭൂമിയുടെ തറ പാട്ടം എന്ന് പറയുന്ന അതിന്റെ ചെലവും കൂടെ ചേർന്നതാണ്, സമഗ്രമായിട്ടാണ് ഈ ഉൽപാദന ചെലവ്. അതിനെയാണ് C2 എന്ന് വിളിക്കുന്നത്. ആ ഉൽപാദന ചെലവിന്റെയും 50% ചേർന്ന തുക മിനിമം സപ്പോർട്ട് പ്രൈസ് അടിയന്തരമായി പ്രഖ്യാപിക്കണം എന്നാണ് ഭാരത് ബന്ദിന്റെ ഗ്രാമീണ ബന്ദിന്റെ ഒന്നാമത്തെ ഡിമാൻഡ്. 2, മുഴുവൻ കൃഷിക്കാർക്കും പെൻഷൻ ഏർപ്പെടുത്തണം. കൃഷിക്കാരുടെ മാത്രം പ്രശ്നങ്ങളല്ല ഉന്നയിക്കുന്നത്. രാജ്യത്ത് 50 കോടിയിലേറെ വരുന്ന തൊഴിലാളികൾക്ക് പരിരക്ഷയായിരുന്ന 29 തൊഴിൽ നിയമങ്ങളെ ഈ കഴിഞ്ഞ 2-3 വർഷക്കാലത്തിനിടയ്ക്ക് ഗവൺമെന്റ് മാറ്റി. പകരം 4 ലേബർ കോഡുകളാണ് വന്നത്. ഈ ലേബർ കോഡുകൾ ഈ പരിരക്ഷ ഇല്ലാതെയാക്കുന്നതാണ്. തൊഴിലാളിയുടെ തൊഴിൽ സുരക്ഷിതത്വവും അവന്റെ മിനിമം വേജസും ഇല്ലാതെയാക്കുന്ന ഈ 4 ലേബർ കോഡുകൾ പിൻവലിക്കണം എന്ന ഡിമാൻഡും ഈ ഗ്രാമീണ ബന്ദിന്റെ ആവശ്യമാണ്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട NPS, നാഷണൽ പെൻഷൻ സിസ്റ്റം പിൻവലിക്കണം. എന്താണ് NPS? നോ പെൻഷൻ സ്കീം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തൊഴിലാളികളുടെ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും അവരുടെ വരുമാനത്തിൽ നിന്നും വലിയൊരു തുക ഈടാക്കിക്കൊണ്ട് അത് സ്റ്റോക്ക് മാർക്കറ്റിംഗിലേക്ക് ഒഴുക്കിക്കളയുകയാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് കച്ചവടത്തിന്. പരിണതഫലം, ഇവർ റിട്ടയർ ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടേണ്ട പെൻഷന് പകരം നാമമാത്ര തുക മാത്രം കിട്ടുന്നു. അതുകൊണ്ടാണ് അതിന്റെ നോ പെൻഷൻ സ്കീം എന്ന് നമ്മൾ വിളിക്കുന്നത്. സ്ക്രാപ്പ് NPS നിന്ന് പിൻവാങ്ങി പഴയ പെൻഷൻ സ്കീം പുനഃസ്ഥാപിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട ഡിമാൻഡ് പ്രൈവറ്റൈസേഷനെതിരെയാണ്. എന്താണ് അവിടെ നടക്കുന്നത്? നമ്മുടെ രാജ്യത്ത് നവരത്ന കമ്പനികൾ, പൊന്മട്ടയുടെ താറാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ LIC പോലുള്ള സ്ഥാപനങ്ങൾ, നമ്മുടെ വലിയ കമ്പനികൾ, നമ്മുടെ റോഡുകൾ, നമ്മുടെ തോടുകൾ, ഡാമുകൾ, എയർപോർട്ടുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പോർട്ടുകൾ, ട്രെയിനുകൾ എല്ലാം പൊതുമേഖലയിലുള്ളതിനെ സ്വകാര്യ മുതലാളിമാർക്ക് പതിച്ചു കൊടുക്കുകയാണ്. ഈ അനിയന്ത്രിതമായ, അശാസ്ത്രീയമായ, ഭ്രാന്തൻ പ്രൈവറ്റൈസേഷനും പിൻവലിക്കണം എന്നാണ് ഗ്രാമീണ ബന്ദിന്റെ മറ്റൊരു ഡിമാൻഡ്. ചുരുക്കത്തിൽ, ഇന്ത്യയിലെ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും സർവോപരി മുഴുവൻ ജനവിഭാഗത്തെയും ബാധിക്കുന്ന ഗൗരവമായ പ്രശ്നങ്ങളാണ് ഈ ബന്ദിൽ ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യം തുടരുന്ന നവലിബറൽ നയങ്ങളുടെ ഭാഗമായി നമ്മുടെ ജനങ്ങളെയാകെ വലിയ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന, മഹാമാരിയിലേക്ക് തള്ളിവിടുന്ന ഈ നയങ്ങൾ തിരുത്തണം എന്നാണ് ഫെബ്രുവരി 16-ന്റെ ഗ്രാമീണ ബന്ദിലൂടെ ഉന്നയിക്കുന്നത്.
രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ നടക്കുന്ന ഈ ബന്ദിലും അതിന് മുന്നോടിയായി നടക്കുന്ന പ്രചരണങ്ങളിലും പ്രക്ഷോഭ പരിപാടികളിലും മുഴുവൻ തൊഴിലാളി സംഘടനകളുടെയും പിന്തുണയുണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരക്കുന്ന ഈ ഗ്രാമീണ ബന്ദിൽ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ബെഫിയുടെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ നടക്കുന്ന, വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പരിപാടികളിലെല്ലാം ബെഫിയുടെ അംഗങ്ങളും ഇതര ബാങ്ക് ജീവനക്കാരും വളരെ ആവേശപൂർവ്വം ഇതിൽ പങ്കെടുത്ത് കൃഷിക്കാരന്റെയും തൊഴിലാളിയുടെയും ദുരിതത്തിന് അന്ത്യമുണ്ടാക്കുന്ന രീതിയിൽ ഈ ബന്ദ് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. രാജ്യം മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും അടിയുറച്ചു നിൽക്കാൻ തൊഴിലാളികൾ കൃഷിക്കാരും സംഘടിച്ചേ മതിയാകൂ. ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വലിയ പോറലേറ്റിരിക്കുന്ന, അക്ഷതമേറ്റിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ഗ്രാമീണ ബന്ദ് ജനങ്ങളെ, തൊഴിലാളികളെ, കൃഷിക്കാരെ ജാതിക്കും മതത്തിനും അതീതമായി സംഘടിപ്പിച്ച് ഒരു ജനമുന്നേറ്റമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മുഴുവൻ ജനങ്ങളും സഹകരിക്കണം എന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.